മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അംഗീകാരം കൊണ്ടുതന്ന പ്രശസ്തനായ ഈ സംവിധായകന് പ്രത്യേക പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. നമ്മോടൊപ്പമുള്ളത് ഷാജി എൻ കരുൺ. സർ, ഈ അംഗീകാരത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ അങ്ങ് ജൂറി ചെയർമാനായിരുന്നു. നമുക്ക് മലയാളത്തിന് അധികം പ്രാധാന്യം കിട്ടിയില്ല എന്ന പരാതികൾ ഉയർന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന അംഗീകാരങ്ങൾ തഴഞ്ഞിട്ടും കുട്ടിസാംഗ് മികച്ച ഒരു വിജയം നേടിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. പ്രധാനമായിട്ടും എൻ്റെ നന്ദി പോകുന്നത് മലയാളികളുടെ ആസ്വാദന നിലവാരത്തിലുള്ള ചിന്തകളാണ്. കാരണം അവർ ആണല്ലോ എൻ്റെ പടങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലാണല്ലോ ഞാൻ ഈ പടവും ഏത് തരത്തിലുള്ള പടമാണ് കാണേണ്ടത് അല്ലെങ്കിൽ കാണിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം അവരിൽ കൂടിയാണ് ഞാൻ പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നത്. അതുപോലെ കേശുവിന് അവാർഡ് ലഭിച്ചു, എന്നാൽ അതിപ്പോൾ ഹൈക്കോടതി വിധി മൂലം തടഞ്ഞിരിക്കുന്നു. അതാണിപ്പോൾ ഇന്നത്തെ അവാർഡിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു കാര്യം കൂടിയായിരുന്നു അത്. ഒരു ജൂറി എടുത്ത തീരുമാനം കേസുകളിൽ കൂടി നമ്മൾ ഒരു കോർട്ടിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ഡോക്ടറുടെ ആരോഗ്യം ഒരാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്നുള്ളതല്ല അത് പക്ഷെ ഒരു ജൂറിയെ ബഹുമാനിക്കേണ്ടത് എന്തായാലും വളരെ ആവശ്യമുള്ളൊരു കാര്യം. ഞാനൊരു നാഷണൽ ജൂറിയിൽ ചെയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ജൂറിയുടെ പ്രവൃത്തികൾ നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്റ്റേറ്റ് അവാർഡിന് എനിക്കൊന്നും കിട്ടിയിട്ട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ ബഹുമാനം എനിക്ക് തോന്നുന്നു കോടതി അംഗീകരിക്കുമെന്നാണ് എനിക്ക് ഫ്യൂച്ചറിൽ തോന്നുന്നു. അല്ലാതെ നമുക്കതിൻ്റെ പുറത്തൊരു ഡിബേറ്റ് ഇപ്പോൾ സാധിക്കില്ല. കാരണം എന്നോട് ചോദിച്ചാൽ ഞാനൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഈ സന്ദർഭം ഈ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ അത് വാങ്ങിക്കാനുള്ളൊരു സന്ദർഭം നഷ്ടപ്പെട്ടു. അതിൻ്റെ സങ്കടം ആർക്കായിരിക്കും? ക്യാമറാമാൻ ജോമി വർഗീസിനൊപ്പം വിജ്ഞാൻ ഭവനിൽ നിന്നും സുജയ പാർവതി, ജീവൻ ന്യൂസ്.